മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഒരു വയസ്സായ അമ്മൂമ്മ തൻ്റെ ചെറിയ വീടിൻ്റെ മുറ്റത്ത് എന്തോ വെപ്രാളപ്പെട്ട് തിരയുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അതുവഴി കടന്നു വന്ന ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്താണ് അമ്മൂമ്മയെ തിരയുന്നത്? അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, എൻ്റെ സൂചി കളഞ്ഞു പോയി മോനെ, ഞാനത് തിരയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരനും അമ്മൂമ്മയെ സഹായിക്കാൻ വേണ്ടി അമ്മൂമ്മയുടെ കൂടെ മുറ്റത്ത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മറ്റൊരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് രണ്ടുപേരും കൂടെ തിരയുന്നത്? അപ്പോൾ ഈ മറ്റേ ചെറുപ്പക്കാരൻ പറഞ്ഞു, അമ്മൂമ്മയുടെ സൂചി കളഞ്ഞു പോയി, അത് തിരയുകയാണ്. അപ്പോൾ പാവം അമ്മൂമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ചെറുപ്പക്കാരനും തിരയാൻ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു ചെറുപ്പക്കാരനും വന്നു. അദ്ദേഹം ഇതേ കാര്യം പറഞ്ഞ് തിരയാൻ കൂടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മുറ്റം നിറയെ ചെറുപ്പക്കാരും ഈ അമ്മൂമ്മയും ചേർന്ന് ആ സൂചി തിരയുകയാണ്. മുറ്റം നിറയെ ഏതാണ്ട് ചെറുപ്പക്കാർ, 4-5 പേര്, ഒരു 5-6 പേര്. അങ്ങനെ എല്ലാവരും അമ്മൂമ്മയെ സഹായിക്കാൻ വേണ്ടി ആ സൂചി തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജ്ഞാനിയായ മനുഷ്യനും അതുവഴി കടന്നു വന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് എല്ലാവരും കൂടെ തിരയുന്നത്? അപ്പോൾ ഇതേ ഉത്തരം പറഞ്ഞു, അമ്മൂമ്മയുടെ സൂചി കളഞ്ഞു പോയി, അത് തിരയുകയാണ് എല്ലാവരും കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജ്ഞാനിയായ മനുഷ്യൻ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മ എവിടെയാണ് സൂചി കളഞ്ഞു പോയതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മൂമ്മ പറഞ്ഞു, അറിയാം മോനെ. എവിടെയാണ് കളഞ്ഞു പോയത്? അതെൻ്റെ മുറിക്കകത്താണ് മോനെ, എൻ്റെ മുറിക്കകത്താണ് സൂചി കളഞ്ഞു പോയത്. പിന്നെന്താ ഇവിടെ തിരിയുന്നത് മോനെ? എനിക്ക് കണ്ണിനും കാഴ്ചയില്ല, മുറിക്കകത്ത് തീരെ വെളിച്ചവുമില്ല, തീരെ ഇരുട്ടാണ്, നല്ല ഇരുട്ടാണ്. അപ്പോൾ മുറ്റത്താകുമ്പോൾ വെളിച്ചമുണ്ടല്ലോ, അപ്പോൾ ഇവിടെ വന്നാൽ ഇവിടെയാണ് എനിക്ക് തിരയാൻ കഴിയുക. മുറിക്കകത്ത് ഇരുട്ടായതുകൊണ്ട് എനിക്ക് കാണാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഇവിടെ വന്ന് തിരയുന്നത് എന്നായി അമ്മൂമ്മയുടെ ഉത്തരം എന്നാണ് ഈ കെട്ടുകഥ. ഏതായാലും നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് തിരയുന്നത്, എന്താണ് തിരയുന്നത് എന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ജീവിതത്തിൽ എന്ന് പറഞ്ഞത് അത് വളരെ ഓർത്ത് തന്നെ പറഞ്ഞതാണ്. അതിനു മുൻപായി നാം എന്താണ് തിരയേണ്ടത് എന്നൊരു ബോധ്യം ആദ്യം ഉണ്ടാകണം. ജീവിതത്തിൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഓരോരുത്തരും ചിന്തിക്കേണ്ടതൊരു കാര്യം, ജീവിതത്തിൽ എന്തിനാണ് ഞാൻ മുൻഗണന കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്കറിയാം, അത് അവനവനോടും അവനവൻ്റെ ഉറ്റവരോടും പ്രതിബദ്ധതയുള്ള ഉത്തരവാദിത്തമുള്ള ഒരു മനുഷ്യൻ പണം തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം അത് പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണെങ്കിലും മറ്റെന്തെല്ലാം ഉണ്ടായിട്ടും, എന്തെല്ലാം പദവികളോ സ്ഥാനമാനങ്ങളോ അതെന്തെല്ലാം നേടിയിട്ടും അത് പണം കൂടെ അല്ല എങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതെല്ലാം ഇല്ലെങ്കിലും ആ മതിയായ പണപ്രവാഹമുണ്ടെങ്കിൽ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ മുൻഗണന എവിടെയാണ് എന്നുള്ളത്, നമ്മൾ പദവിയാണോ അല്ലെങ്കിൽ അധികാരമോ പദവിയോ മറ്റു കാര്യങ്ങളിലോ ആണോ നാം മുൻതൂക്കം കൊടുക്കുന്നത്, അപ്പോൾ അവിടെയാണ് ഞാൻ എന്താണ് തിരയേണ്ടത് എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് വരേണ്ടത്. അപ്പോൾ മതിയായ പണം ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റ് കാര്യങ്ങളും കൊണ്ട് നടക്കുന്നതിൽ അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്നതിൽ തിരയുന്നതിൽ തെറ്റില്ല. അധികാരമോ പദവിയോ തിരയുന്നതിൽ തെറ്റില്ല. പക്ഷേ അധികാരമോ പദവിയോ മറ്റു കാര്യങ്ങളോ തിരയാൻ പോകുമ്പോൾ അത് നമ്മുടെ പണസമ്പാദനത്തിന് കോട്ടം തട്ടുന്നുവെങ്കിൽ, അതെല്ലാം മാറ്റിവെച്ചാൽ പണം സമ്പാദനം കഴിയുമെങ്കിൽ, അതല്ലെങ്കിൽ ഏത് രീതിയിൽ ചിന്തിച്ചാലും ആഴത്തിൽ ചിന്തിക്കുമ്പോൾ, പരത്തി ചിന്തിക്കുമ്പോൾ പണത്തിന് പ്രാധാന്യം കൊടുക്കണം. പണമാണ് തിരയേണ്ടതെന്നുള്ള ആ ഒരു അറിവ് ആദ്യം ഉണ്ടാകണം. ഇനി എവിടെയാണ് തിരയേണ്ടത്? അത് അവനവൻ്റെ മനസ്സിലാണ് തിരയേണ്ടത്. അവനവൻ്റെ മനസ്സിൽ തിരയുമ്പോഴാണ് ബാഹ്യമായ അവസരങ്ങൾ നമ്മിലേക്ക് വന്നു ചേരുക, ബാഹ്യമായ അവസരങ്ങളിലേക്ക് നാം എത്തിച്ചേരുക. അവനവൻ്റെ മനസ്സിലാണ് നാം തിരയേണ്ടത്. എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അതോടൊപ്പം തന്നെ പുറമേക്കുള്ള നോട്ടവും നമ്മുടെ ഉള്ളിൽ നിന്നായിരിക്കണം. എങ്ങനെയാണ് മറ്റു മനുഷ്യർ നമ്മുടെ അതേ സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്ന മനുഷ്യരെ ഒരു വിജയിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളല്ല കാണേണ്ടത്. അവർ ആ വിജയത്തിന് മുൻപായി, പ്രത്യേകിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് വിജയിച്ച മനുഷ്യരെ പരിശോധിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. അവർ ആ വിജയത്തിന് മുന്നോടിയായി അവരൊക്കെ ആരംഭഘട്ടത്തിൽ എന്താണ് ചെയ്തത് എന്നുള്ള ആ ഒരു പഠനം നടത്താൻ കഴിയുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ എല്ലാവരും പലപ്പോഴും ചെയ്യാറുള്ളത് വിജയിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളെയാണ് അനുകരിക്കാൻ ശ്രമിക്കുന്നത്, പഠിക്കാൻ ശ്രമിക്കുന്നത്. അതല്ല വേണ്ടത്. പാരമ്പര്യമായി വിജയിച്ച ആളുകളെ പഠിച്ചിട്ട് പ്രത്യേക കാര്യമില്ല എങ്കിൽ പോലും അതും കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും ഒന്നുമില്ലായ്മയിൽ നിന്ന് വിജയിച്ച ആളുകൾ ആ വിജയിക്കുന്നതിന് മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെന്നുള്ള പരിശോധന, അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരംഭിക്കേണ്ടുന്ന പരിശോധനയാണ്. അപ്പോഴാണ് നമുക്കും ആ ഒരു യാഥാർത്ഥ്യബോധത്തോടെ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക. ശരിക്കും സാഹചര്യമെന്നൊന്നില്ല, എങ്കിൽ പോലും അവനവനാൽ കഴിയുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആകട്ടെ, അവനവനാൽ കഴിയുന്ന അവനവൻ്റെ ആരോഗ്യസ്ഥിതി, പല കാര്യങ്ങളും ഉണ്ടാകുമല്ലോ. പക്ഷേ ഇത് നിങ്ങളെക്കാളും എല്ലാം കൊണ്ടും പിന്നോക്കം നിൽക്കുന്ന ആളുകളും ഒന്നുമില്ലായ്മയിൽ നിന്ന് നേടിയ അനേകരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പരിശോധിക്കുകയും അതല്ലെങ്കിൽ തന്നെ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് എനിക്ക് എന്താണ് എല്ലാ ഈഗോകളും ജാടകളും ദുരഭിമാനങ്ങളും എല്ലാം വെടിഞ്ഞ് 10 കാശുണ്ടാക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഉള്ളിൽ തിരയുക, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുക. നമ്മുടെ ബാഹ്യമായ കണ്ണും കാതും മാത്രമല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് നാം ചിന്തിക്കുക. എല്ലാ ജാടകളും ദുരഭിമാനങ്ങളും എന്തെല്ലാമാണ് എല്ലാ ഈഗോകളും അഹങ്കാരങ്ങളും എല്ലാം വെടിഞ്ഞ് 10 കാശുണ്ടാക്കിയാൽ അതെല്ലാം എല്ലാ അഭിമാനങ്ങളും വരുമെന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടി അവനവൻ്റെ ഉള്ളിലാണ് തിരയേണ്ടത്.
നമ്മുടെ ഉള്ളിലേക്ക് ആത്മാർത്ഥമായി നോക്കിയാൽ, ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ചെയ്യാൻ കഴിയുന്ന അനേകം കാര്യങ്ങൾ. ഇപ്പോഴുള്ള ജോലിയോടൊപ്പമോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ അതൊക്കെ പെട്ടെന്ന് വിട്ടുകളയാൻ കഴിയുന്ന മാനസികാവസ്ഥ അല്ലെങ്കിൽ മാനസികാവസ്ഥയിൽ കൊണ്ട് വിട്ടുകളയാതിരിക്കരുതെങ്കിൽ പോലും പക്ഷേ ഇതൊന്നും എടുത്തു ചാടിയല്ല ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നത് വീട്ടുകാരും നാട്ടുകാരും എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ എങ്ങനെ ഇതൊക്കെ നടപ്പാക്കും എന്നുള്ള ചിന്ത തന്നെയാണ് പലർക്കും ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മാർഗം കണ്ടെത്താനോ കഴിയാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അല്ല. പക്ഷേ ഇത്രയും കാലം ഞാനിങ്ങനെ ജീവിച്ചു പോകുന്ന സ്ഥിതിക്ക് ഇനി മറ്റുള്ളവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ചില ചിന്തകൾ തന്നെയാണ് ചിലരെയെങ്കിലും അല്ലെങ്കിൽ പലരെയും നയിക്കുന്ന ഒരു മിഥ്യാബോധം എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നയിക്കുന്ന ചിന്ത. അപ്പം അതെല്ലാം മാറ്റി വെച്ചിട്ട് 10 കാശുണ്ടായി കഴിഞ്ഞാൽ എല്ലാ അഭിമാനങ്ങളും വന്നു ചേരുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലേക്കും നോക്കുക, പുറത്തേക്കും നോക്കുക, രണ്ടിടത്തും നാം തിരയേണ്ടതുണ്ട്. പക്ഷേ ആദ്യം നമ്മൾ തിരയേണ്ടത് എപ്പോഴും നമ്മുടെ നേരം വെളുത്ത് എണീക്കുമ്പോൾ ആദ്യം നമ്മൾ ആ ഹോംവർക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ ഒരു 1-2 മിനിറ്റെങ്കിലും നാം സ്വയം ഉള്ളിലേക്കൊന്ന് നോക്കേണ്ടതുണ്ട്. 10 കാശുണ്ടാക്കാനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അതിനായി ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമല്ല എങ്കിൽ പോലും ഇന്ന് എനിക്ക് എന്തൊക്കെ ചിന്തിക്കാൻ കഴിയും, ഞാൻ എന്താണ് എന്നിൽ മാറ്റം വരുത്തേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ മുൻഗണന എവിടെയാണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഞാൻ തിരയേണ്ടത്, എവിടെയാണ് ഞാൻ തിരയേണ്ടത്, എൻ്റെ ഉള്ളിൽ തന്നെ ആദ്യം ഞാനൊന്ന് പരിശോധിക്കട്ടെ. എന്താണ് എന്നെ പിന്നോട്ട് വലിക്കുന്ന ഘടകം, ഞാൻ അതായത് എല്ലാം നമ്മൾ ജസ്റ്റ് നോക്കിയിരുന്നാൽ പോരാ. അതാണ് മൈൻഡ് ആൻഡ് മെത്തേഡ്. നമ്മൾ എല്ലാ മാനസികമായിട്ടുള്ള ഹോംവർക്കുകളും ചെയ്യുന്നതോടൊപ്പം തന്നെ മെത്തേഡ്, ഭൗതികമായ കാര്യങ്ങൾ എനിക്ക് എന്താണ് പ്രായോഗികമായി ചെയ്യാൻ കഴിയുക, അവിടെ എന്നെ പിന്നോട്ട് വലിക്കുന്ന ഘടകം എന്താണ്, എന്തെങ്കിലും ദുരഭിമാനങ്ങളാണോ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തകളാണോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്ത് ഇന്നയാളല്ലേ, അപ്പോൾ ഞാൻ ഇന്നൊരു ധനാഗമ മാർഗത്തിലേക്ക് ഇറങ്ങിയാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ചിന്തയാണോ എന്നെ പിന്നോട്ട് വലിക്കുന്നത് എന്നുള്ള സ്വയം ആഴത്തിൽ പരിശോധന നടത്തിക്കൊണ്ട് നാം നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം നോക്കുകയും പിന്നീട് പുറത്തേക്ക് നോക്കുകയും ചെയ്താൽ നമുക്ക് അനേകം കാഴ്ചകൾ കാണാൻ കഴിയും. നമ്മെക്കാളും ഒരുപാട് പിന്നോക്കം നിന്ന ആളുകൾ പണം സമ്പാദിക്കുന്ന കാര്യങ്ങളും പണം സമ്പാദിക്കുന്ന മേഖലകളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അവിടെ നമുക്കും കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന പല മേഖലകളും നമ്മിലേക്ക് വരികയും നാം അതിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ അത് നമുക്ക് കാണണമെങ്കിൽ നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. എന്തുകൊണ്ടാണ് ഞാനത് കാണാത്തത്, കണ്ടാൽ തന്നെ എന്തുകൊണ്ടാണ് ഞാൻ അതിനെ മുഖവിലേക്കെടുക്കാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് ഇറങ്ങി തിരിച്ചും പണം സമ്പാദിക്കാൻ കഴിയുന്ന ആ കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി തിരിക്കാത്തത് എന്നുള്ള ചിന്ത രണ്ടാമത് വരും. ഒന്നാമത് നാം ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ള ചിന്ത വരുന്നത്. അത് നമുക്ക് തീർച്ചയായിട്ടും കഴിയും. കാരണം എല്ലാ ജീവജാലങ്ങൾക്കും അതാതിനുള്ള അതിജീവനത്തിനും ഉപജീവനത്തിനുമുള്ള അബണ്ടൻസ്, സമ്പൽ സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുന്ന ലോകം തന്നെയാണിത്. നാം നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ അകക്കണ്ണ് തുറക്കുന്നത്. അപ്പോഴാണ് പുറത്തുള്ള ശരിയായ കാഴ്ചകൾ കാണാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പല ദുരഭിമാനങ്ങൾ കൊണ്ടും പല ഈഗോകൾ കൊണ്ടും നമ്മുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കും. നമ്മുടെ ആന്തരിക നയനങ്ങൾ മൂടപ്പെട്ടിരിക്കും. ആന്തരിക നയനങ്ങൾ, നമ്മുടെ അകക്കണ്ണ് തുറക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ യഥാർത്ഥ കണ്ണുകൊണ്ട് നമുക്ക് ശരിയായ കാഴ്ചകൾ കാണാൻ കഴിയുന്നത്. ഇത്തരം കാര്യങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അവനവൻ്റെ ഉള്ളിൽ തിരയുക. ഞാൻ എന്താണ് തിരയേണ്ടത് എന്നും ഉള്ളിൽ തിരയുക. അത് ഞാൻ എവിടെയാണ് തിരയേണ്ടത്, എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എന്നുള്ളതും തിരയുക. അങ്ങനെ തിരയുമ്പോൾ തീർച്ചയായിട്ടും ഉത്തരം കിട്ടും. ആ കിട്ടുന്ന ഉത്തരത്തിനെ എല്ലാ മൂടുപടങ്ങളും മാറ്റി, ദുരഭിമാനങ്ങളാകുന്ന ഈഗോകളാകുന്ന എല്ലാ മൂടുപടങ്ങളും മാറ്റി രണ്ടും കൽപ്പിച്ച് സടകുടഞ്ഞിറങ്ങിയാൽ ഏത് സാമ്പത്തിക ലക്ഷ്യവും നേടാൻ കഴിയും. അതൊരു വെറും വാക്കല്ല. കാരണം നമുക്ക് ലോകത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയും നമ്മെക്കാളും ഏറെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ എല്ലാ കാര്യങ്ങൾ കൊണ്ടും. അത് പ്രായമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ആരോഗ്യസ്ഥിതിയാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, ആ നാടിൻ്റെ സാഹചര്യമാകട്ടെ. അപ്പോൾ ഇതിനേക്കാളൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും വളരെ പിന്നോക്കം നിൽക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്ന് വൻതോതിൽ പണമുണ്ടാക്കി അഭിമാനകരമായ ജീവിതം നയിക്കുന്ന നിരവധി പേർ ലോകത്തുണ്ട് എന്ന് നമുക്കറിയാം. ഈ ജീവിച്ചിരിക്കുന്നവരെക്കാൾ കൂടുതൽ മരിച്ചുപോയ ആളുകളാണ് ലോകത്ത്. കോടാനുകോടി ആളുകൾ, ഇപ്പോൾ 800 കോടി ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ 80,000 കോടിയല്ല, 8 ലക്ഷം കോടിയല്ല, എത്രയോ ആളുകൾ ജീവിച്ച് കടന്നുപോയിട്ടുണ്ട്. അവരിലൊക്കെ നമ്മെക്കാളും പിന്നോക്കം നിൽക്കുന്ന അനേകർ ഒന്നുമില്ലായ്മയിൽ നിന്നും വൻ സമൃദ്ധി നേടി ജീവിച്ചവരുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കും കഴിയില്ല എന്നത് തീർത്തും ഇല്ല, തീർച്ചയായിട്ടും കഴിയും. കഴിയില്ല എന്നൊരു കാര്യമില്ല, തീർച്ചയായിട്ടും കഴിയും. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക, ശേഷം പുറത്തേക്ക് നോക്കുക. അപ്പോൾ നമുക്ക് പല കാഴ്ചകളും കാണാൻ കഴിയും. നമ്മുടെ ഉള്ളിലെ എല്ലാ ബ്ലോക്കുകളും, അത് വലിയ ബ്ലോക്കൊന്നുമില്ല, കൊച്ചു
കൊച്ചു കൊച്ചു ഈഗോകളും കൊച്ചു കൊച്ചു എന്താ പറയുക ദുരഭിമാനങ്ങളും മാത്രമാണ് ഒരു വ്യക്തിയെ സാമ്പത്തികമായി ഉയരുന്നതിൽ നിന്ന് തടയുന്ന ഘടകമെന്നുള്ളത് ഉള്ളിലേക്ക് തിരഞ്ഞാൽ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ട് രണ്ടും കൽപ്പിച്ച് മറ്റൊരാളുടെയും സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി നിൽക്കാതെ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് ഭൂരിപക്ഷം ആളുകളെയും തടയാൻ സാധ്യത എന്നുള്ളതാണ് പല പഠനങ്ങളും പറയുന്നത്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവനവൻ്റെയും അവനവൻ്റെ ഉറ്റവരുടെയും അഭിമാനകരമായ ജീവിതത്തിന് വേണ്ടി രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറമുള്ള പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. ധീരമായി മുന്നോട്ട് പോകൂ. അവനവനും അവനവൻ്റെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ പണം സമ്പാദിക്കുന്നതിനായി അവന് ഉള്ളിലേക്കും പുറത്തേക്കും അകക്കണ്ണ് തുറന്നും ബാഹ്യമായ കണ്ണുകളും തുറന്നുകൊണ്ട് രണ്ടും കൽപ്പിച്ച് മുന്നേറൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നേടാൻ നിങ്ങൾക്ക് കഴിയും. അതൊരു ലോക യാഥാർത്ഥ്യമാണ്. രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നിങ്ങൾക്ക് നേടാൻ കഴിയും. പണവും സമ്പത്തും തന്നെ അത് നേടാൻ കഴിയും. 100% ഉറപ്പ് തന്നെയാണ്. അത് സ്വയം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എവിടെയാണോ അവനവൻ്റെ ബ്ലോക്ക് എന്നുള്ളത് അവനവൻ സ്വയം ഉള്ളിലേക്ക് നോക്കി ചിന്തിച്ചുകൊണ്ട് അതെല്ലാം തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞുകൊണ്ട് ഒന്നിനു വേണ്ടി മറ്റാർക്ക് വേണ്ടിയും അതൊന്നും തടഞ്ഞു വയ്ക്കാതെ അതെല്ലാം അത്തരം എല്ലാ ദുരഭിമാനങ്ങളും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കാൽക്കുലേറ്റഡ് എടുത്തു ചാടി അപകടം എന്നുള്ളതല്ല. ഒന്നുമില്ല ലൈഫിൽ എന്താണ് വരാനുള്ളത്? ഒന്നുമില്ല. മാക്സിമം പോയ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ചിന്തിക്കാൻ കഴിയുക. അപ്പം എങ്കിൽ പോലും പിന്നീടൊരു ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വൻ എടുത്തുചാട്ടമല്ല, വേണ്ടി വന്നാൽ എടുത്തു ചാടിയാലും യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ എങ്കിൽ പോലും അവനവൻ്റെ മാനസികാവസ്ഥയും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് പ്രായോഗിക ബുദ്ധിയോടെ കണക്ക് കൂട്ടിക്കൊണ്ട് ഓരോരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ അർഹതയാണ്. അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ആരും വെള്ളിത്തളികയിൽ നമുക്ക് കൊണ്ടുവന്ന് വെച്ച് തരില്ല. നാം തന്നെ നമ്മുടെ മാനസികമായ ശേഷികളും ബാഹ്യമായ കാര്യങ്ങളും അനുവർത്തിച്ചുകൊണ്ട് മൈൻഡ് പ്ലസ് മെത്തേഡ് നമ്മുടെ മാനസിക ശേഷികളും ആവശ്യമായ ബാഹ്യമായ കാര്യങ്ങളും ചെയ്തുകൊണ്ട് രണ്ടും കൽപ്പിച്ചിറങ്ങി പുറപ്പെട്ടാൽ കഴിയും. 100% ഉറപ്പായും കഴിയും. ധീരമായി മുന്നോട്ട് പോകൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അത് നിങ്ങളുടെ അവകാശമാണ്, അർഹതയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും അഭിമാനകരമായ ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്കും നിങ്ങളുടെ ഉറ്റവർക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും പ്രകാശം പരത്തുന്ന ജീവിതം നയിക്കുവാൻ ആവശ്യമായ അത്രയും പണപ്രവാഹം, അണമുറിയാത്ത പണപ്രവാഹം നിങ്ങളുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിന്നു ലഭിക്കട്ടെ.